ആകസ്മിക മരണം എങ്ങനെ ഒഴിവാക്കാം? ഇതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ വിഷയം. തീർച്ചയായും നിങ്ങളിൽ ഭൂരിഭാഗം പേർക്കും ഏറെ താല്പര്യമുള്ള ഒരു വിഷയമാണ് ഇത് എന്ന് കരുതുന്നു. എന്നാൽ തുടക്കത്തിൽ തന്നെ ഒരു മുന്നറിയിപ്പ് നൽകിക്കൊള്ളട്ടെ. ഇത് വൈദ്യശാസ്ത്രപരമായ, അതായത് മെഡിക്കൽ സയൻസുമായി ബന്ധപ്പെട്ട ഒരു ടോക്കേ അല്ല. ഇത് ബൈബിളിനെ ആസ്പദമാക്കിയുള്ള ഒരു ആത്മീയ പ്രഭാഷണം, അതായത് ഒരു ക്രിസ്ത്യൻ സ്പിരിച്വൽ ടോക്ക് മാത്രമാണ്. ആകസ്മിക മരണം ഒഴിവാക്കുന്നതിന് ബൈബിൾ നമ്മുടെ മുൻപിൽ വ്യക്തമായ ചില മാർഗങ്ങൾ നിർദ്ദേശിച്ച് തരുന്നുണ്ട്. ഇതേക്കുറിച്ച് വിശദീകരിക്കാനാണ് ഈ വീഡിയോയിൽ ഉദ്യമിച്ചിരിക്കുന്നത്. അതിനാൽ യേശുവിലും ബൈബിളിലും വിശ്വാസമില്ലാത്ത ഒരാളെ സംബന്ധിച്ച് ഈ ടോക്ക് തികച്ചും അപ്രസക്തമാണ് എന്ന മുന്നറിയിപ്പ് ഒരിക്കൽ കൂടി നൽകുന്നു. ആകസ്മിക മരണം ഒഴിവാക്കാനായി സാധാരണഗതിയിൽ പല മാർഗങ്ങൾ നിർദ്ദേശിച്ച് കാണാറുണ്ട്. ശരിയായ ആഹാരക്രമം ശീലിക്കുക. മത്സ്യം, മാംസം, മുട്ട തുടങ്ങിയ കൊഴുപ്പ് കൂടിയ വിഭവങ്ങൾ അമിതമായി കഴിക്കാതിരിക്കുക. അതുപോലെ എണ്ണയിൽ വറുത്തതും പൊരിച്ചതുമായ ഭക്ഷണ സാധനങ്ങൾ കൂടുതൽ കഴിക്കാതിരിക്കുക. ശരീരത്തിന് നല്ല വ്യായാമം നൽകുക. ആവശ്യത്തിന് ഉറങ്ങുക. മനസ്സിന്റെ പിരിമുറുക്കം, ടെൻഷൻ കഴിയുന്നതും ഒഴിവാക്കുക. ഇങ്ങനെ പല നിർദ്ദേശങ്ങൾ. തീർച്ചയായും ഇക്കാര്യങ്ങളിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. കാരണം ദൈവം പ്രകൃതി നിയമങ്ങളെ മാനിക്കുന്നവനാണ്. ഇതിലൊക്കെ വീഴ്ച വരുത്തിയാൽ പല രോഗങ്ങളും നമ്മെ ബാധിച്ചു എന്നിരിക്കും. മരണം പെട്ടെന്ന് പിടികൂടി എന്നും വരാം. സത്യം പറഞ്ഞാല് നമ്മിൽ ഭൂരിഭാഗം പേർക്കും മരിക്കുന്നത് അത്ര ഇഷ്ടമുള്ള കാര്യമൊന്നുമല്ല. കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു കരിസ്മാറ്റിക് ധ്യാനത്തിൽ സംബന്ധിച്ചപ്പോൾ ധ്യാനഗുരു പറഞ്ഞു കേട്ട ഒരു കഥ എന്റെ മനസ്സിലേക്ക് വരുന്നു. അതായത് ഒരു ഇടവകയില് കുറെ പ്രായം ചെന്ന ഒരു അമ്മച്ചി ഉണ്ടായിരുന്നു. അപ്പോൾ അമ്മച്ചി വളരെ ഭക്തയാണ്. എപ്പോഴും ജപമാല ഒക്കെ ചൊല്ലിയേ നടക്കുകയുള്ളൂ. അമ്മച്ചിക്ക് ഒരു പതിവ് ശൈലിയുണ്ട്. ആരെ കണ്ടാലും ഇങ്ങനെ പറയും, എനിക്ക് മരിച്ച് കർത്താവിന്റെ അടുത്ത് ഒന്ന് എത്തിയാൽ മതി, അതിനുവേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. അങ്ങനെയിരിക്കെ ഒരു ദിവസം അമ്മച്ചി രാവിലെ കുർബാനയ്ക്ക് ഇടവക ദേവാലയത്തിൽ എത്തി. അന്ന് കുർബാന ചൊല്ലിയത് പുതിയ ഒരു അച്ഛനായിരുന്നു. അപ്പോൾ കുർബാന കഴിഞ്ഞു അച്ഛൻ പള്ളിമുറ്റത്ത് ഇറങ്ങി നിൽക്കുകയാണ്. ചുറ്റും കുറെ ആളുകളും നിൽപ്പുണ്ട്. അച്ഛനെ പരിചയപ്പെടുകയും അച്ഛനോട് വർത്തമാനമൊക്കെ പറയുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മുടെ അമ്മച്ചിയും അങ്ങോട്ട് ചെന്നു അച്ഛനെ പരിചയപ്പെട്ടു. പിന്നെ പതിവ് ശൈലിയിൽ അച്ഛനോട് പറഞ്ഞു, അച്ഛാ, എനിക്ക് എത്രയും പെട്ടെന്നൊന്ന് മരിച്ച് യേശുവിന്റെ അടുത്ത് ചെന്നാൽ മതി, അതിനുവേണ്ടി അച്ഛൻ പ്രാർത്ഥിക്കണം. അപ്പോൾ അച്ഛൻ നൽകിയ മറുപടി ഇതാണ്, ആട്ടമ്മച്ചി, ഞാൻ പ്രാർത്ഥിക്കാം. പിന്നെ ഒരു കാര്യം, ഇതിനു മുമ്പും ഞാൻ ഈ നിയോഗം വെച്ച് ഏതാനും പേർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. അവരൊക്കെ 2 ആഴ്ചയ്ക്കുള്ളിൽ മരിക്കുകയും ചെയ്തു. ഇത് കേട്ടപ്പോൾ അമ്മച്ചിയുടെ മുഖം വാടി. പെട്ടെന്ന് അവിടെ നിന്ന് സ്ഥലം വിടുകയും ചെയ്തു. ഇനി നമുക്കറിയാം, നമ്മുടെ നാട്ടില് ചില കർഷകരൊക്കെ ബാങ്കിൽ നിന്ന് വലിയ തുകയൊക്കെ ലോൺ എടുത്ത് ഓരോ കൃഷി സംരംഭങ്ങളിൽ ഏർപ്പെടാറുണ്ട്. എന്നാൽ മോശമായ കാലാവസ്ഥയും രോഗബാധയും ഒക്കെ മൂലം ചിലപ്പോൾ കൃഷി പരാജയപ്പെട്ടു എന്ന് വരും. അപ്പോൾ ഈ കടം തിരിച്ചടയ്ക്കാനായിട്ട് മാർഗമില്ല. ചില കർഷകരൊക്കെ മനസ്സിടിഞ്ഞ് ആത്മഹത്യ വരെ ചെയ്യാറുണ്ട്. ഇങ്ങനെയുള്ള പത്രവാർത്തകൾ നമ്മൾ ഇടയ്ക്കൊക്കെ വായിക്കാറുമുണ്ട്. എന്നാൽ ഭൂരിഭാഗം വരുന്ന കർഷകരും എങ്ങനെയൊക്കെയും ഈ കടബാധ്യതയെ അതിജീവിച്ച് മുന്നോട്ട് ജീവിക്കാനാണ് ശ്രമിക്കാറുള്ളത്. വാസ്തവത്തില് മരിക്കാന് നമുക്കാർക്കും വലിയ ഇഷ്ടമില്ല. ഒരുവിധം ആരോഗ്യമുണ്ട്, വലിയ രോഗങ്ങളൊന്നുമില്ല, സാമ്പത്തികമായും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല.
വലിയ പ്രശ്നങ്ങളൊന്നും ജീവിതത്തിലില്ല. എങ്കില് കഴിയുന്നത്രയും കാലം ഈ ഭൂമിയിൽ ജീവിക്കണം എന്നതാണ് നമ്മുടെ ഒക്കെ ആഗ്രഹം. ഇനി ദൈവത്തെ മാനിക്കാതെ, ആത്മീയതയ്ക്കും ഒന്നും വലിയ പ്രാധാന്യം നൽകാതെ ലോകത്തിന്റെ ഗതിയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യന്റെ കാര്യം പരിഗണിക്കുക. അയാള് എത്ര പ്രഗത്ഭനോ പ്രതിഭാശാലിയോ സമ്പന്നനോ ആരോഗ്യവാനോ പണ്ഡിതനോ ഉന്നത ബിരുദധാരിയോ എന്തും ആയിക്കൊള്ളട്ടെ, മരണം എപ്പോൾ വേണമെങ്കിലും അയാളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം. ഇനി നമ്മൾ ബൈബിളിലേക്ക് വരുമ്പോൾ ഈ ആകസ്മിക മരണം ഒഴിവാക്കുന്നതിന് വ്യക്തമായ ചില മാർഗങ്ങൾ കണ്ടെത്താനായിട്ട് സാധിക്കും. അതേക്കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഇനിയുള്ള ഭാഗത്ത് ഞാൻ വിശദീകരിക്കുവാൻ പോകുന്നത്. ആദ്യം തന്നെ നമുക്ക് ബൈബിൾ പഴയ നിയമത്തിൽ സംഖ്യയുടെ പുസ്തകത്തിലേക്ക് വരാം. ഇസ്രായേൽ ജനം മോശയുടെ നേതൃത്വത്തിൽ ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ട് കാനാൻ ദേശം ലക്ഷ്യമാക്കി യാത്ര ചെയ്യുകയാണ്. മാർഗമധ്യേ അവര് മരുഭൂമിയിൽ എത്തി. അപ്പോൾ ഈ കാനാൻ ദേശം ഒറ്റുനോക്കുന്നതിന് വേണ്ടി മോശ 12 ചാരന്മാരെ രഹസ്യമായി അങ്ങോട്ട് അയച്ചു. ഈ ചാരന്മാർ പോയി ദേശം ഒറ്റുനോക്കി പിന്നെ മടങ്ങി വന്നു. അതിൽ 10 പേര് പറഞ്ഞത് ഇങ്ങനെയാണ്: ദേശം വളരെ നല്ലതാണ്, തേനും പാലും ഒഴുകുന്ന നാട്. പക്ഷെ അവിടെ താമസിക്കുന്ന ആളുകൾ അവര് പ്രബലന്മാരാണ്, മല്ലന്മാരാണ്. നമുക്ക് യുദ്ധത്തിൽ അവരെ തോൽപ്പിക്കുവാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നമുക്ക് ഈജിപ്തിലേക്ക് മടങ്ങിപ്പോകാം. എന്നാൽ അക്കൂട്ടത്തില് ജോഷ്വ, കാലബ് എന്ന് 2 പേർ മാത്രം പറഞ്ഞു, നമുക്ക് പോയി യുദ്ധം ചെയ്ത് ആ നാട് കീഴടക്കാം, കർത്താവ് ആ ദേശം നമുക്ക് നൽകും. എന്നാൽ ഇസ്രായേൽ ജനം ചെവിക്കൊണ്ടത് ആദ്യം പറഞ്ഞ ആ 10 പേരുടെ വാക്കുകളാണ്. ജോഷ്വയെയും കാലബിനെയും കല്ലെറിയണമെന്ന് അവര് ഏകസ്വരത്തിൽ പറഞ്ഞു. പിന്നെ ഈജിപ്തിലേക്ക് മടങ്ങിപ്പോകാനുള്ള സന്നാഹമായി. ഇത് ദൈവത്തെ അത്യധികം പ്രകോപിപ്പിച്ചു. കർത്താവ് ഇതിന് നൽകിയ ശിക്ഷ ഇതാണ്: ഇസ്രായേൽക്കാരില് 20 വയസ്സും അതിന് മുകളിൽ പ്രായമുള്ള എല്ലാവരും മരിച്ചു വീഴുന്നതുവരെ 40 കൊല്ലത്തേക്ക് ഈ മരുഭൂമിയില് അവര് അലഞ്ഞുതിരിയും. അതിനുശേഷം അവരുടെ സന്തതികള് കാനാൻ ദേശം സ്വന്തമാക്കും. ഒരു കാര്യം കൂടി ദൈവം പറഞ്ഞു: ജോഷ്വയും കാലബും മാത്രം കാനാൻ നാട്ടിൽ പ്രവേശിക്കും. സംഖ്യയുടെ പുസ്തകത്തിൽ നിന്നുള്ള വചനഭാഗം നിങ്ങൾ കാണുക. നിങ്ങളിൽ 20ഉം അതിലേറെയും വയസ്സുള്ളവരിൽ എനിക്കെതിരായി പെറുപെറുത്ത ഒരാൾ പോലും നിങ്ങളെ പാർപ്പിക്കാമെന്ന് ഞാൻ വാഗ്ദാനം ചെയ്ത ദേശത്ത് പ്രവേശിക്കുകയില്ല. യെഫുന്നെയുടെ മകൻ കാലബും നൂനിന്റെ മകൻ ജോഷ്വയും മാത്രം അവിടെ പ്രവേശിക്കും. ഇവിടെ കാണുക, ഇസ്രായേൽ ജനം തങ്ങളുടെ അവിശ്വസ്തതയ്ക്ക് പരിഹാരമായി 40 കൊല്ലം മരുഭൂമിയിൽ അലഞ്ഞ് തിരിയേണ്ടി വന്നു. എന്നാൽ ജോഷ്വയുടെയും കാലബിന്റെയും കാര്യം നമ്മൾ പരിഗണിച്ചാൽ ഈ 40 വർഷക്കാലം അവരുടെ ഉള്ളിൽ ഒരു ബോധ്യമുണ്ട്. അതായത് ഈ കാലയളവില് തങ്ങള് മരിക്കുകയില്ല. കാരണം 40 വർഷത്തിന് ശേഷം കാനാൻ നാട്ടിൽ തങ്ങൾ പ്രവേശിക്കും എന്നുള്ള ദൈവത്തിന്റെ ആ വാഗ്ദാനം അവരുടെ മുൻപിൽ നിൽക്കുന്നു. ഇതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്: ഈ മരുഭൂമിയിൽ അലഞ്ഞുതിരിയുന്ന ഈ 40 വർഷത്തിനിടയിൽ ജോഷ്വയ്ക്കും കാലബിനും മരണഭീതി ഇല്ല, മരണത്തെ ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഇത് നമ്മുടെ കാര്യത്തിലും ബാധകമാണ്. അതായത് നമ്മൾ വിശ്വസ്തയോടെ ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ടുള്ള ഒരു ജീവിതം നയിക്കുന്നു എന്ന് കരുതുക. അങ്ങനെയെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ഭാവിയിൽ നടക്കാൻ പോകുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് ദൈവം നമുക്ക് വാഗ്ദാനം നൽകി എന്നിരിക്കും. ചിലപ്പോൾ ഇത് നമുക്ക് നേരിട്ടായിരിക്കും നൽകുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും കൗൺസിലർമാരിലൂടെ ഒക്കെ ആയിരിക്കും. ഇങ്ങനെ ദൈവത്തിൽ നിന്ന് ഒരു വാഗ്ദാനം ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ മരണഭീതി നമ്മെ വിട്ടുപോകും. കാരണം നമ്മൾ ദൈവത്തോട് വിശ്വസ്തരാണെങ്കിൽ ഈ വാഗ്ദാനം നിറവേറുന്നത് വരെ നമ്മൾ ഈ ഭൂമിയിൽ ജീവിച്ചേ മതിയാവുകയുള്ളൂ. അല്ലെങ്കിൽ ദൈവത്തിന്റെ വാഗ്ദാനം നിറവേറുകയില്ല, ദൈവം അവിശ്വസ്തത കാണിച്ചു എന്ന് വരും. അത് ഏതായാലും
സംഭവിക്കുന്ന കാര്യമല്ല. ഞാൻ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് കുറെ കത്തോലിക്ക വിശുദ്ധരുടെ ജീവചരിത്രങ്ങൾ വായിക്കാൻ ഇടയായി. അതിൽ ആദ്യം വായിച്ച പുസ്തകം വിശുദ്ധ ഡോൺ ബോസ്കോയുടെ ഒരു ജീവചരിത്രമായിരുന്നു. അപ്പോൾ ഈ ഡോൺ ബോസ്കോ കുട്ടിയായിരുന്ന സമയത്ത് തന്നെ ഈ ഭാവിയിൽ അദ്ദേഹം ചെയ്യാൻ പോകുന്ന ശുശ്രൂഷകളെ കുറിച്ച് ദൈവം സ്വപ്നങ്ങളിലൂടെയും മറ്റും ഇങ്ങനെ ഓരോ വെളിപ്പെടുത്തലുകൾ നൽകിക്കൊണ്ടിരുന്നു. പിന്നെ ഡോൺ ബോസ്കോ ഒരു വൈദികനായി. അധികം താമസിയാതെ തന്നെ ഒരു കഠിന രോഗം അദ്ദേഹത്തെ ബാധിച്ചു, മരിക്കും എന്ന നിലയിലായി. അപ്പോൾ ചുറ്റും നിന്നിരുന്നവരോട് ഡോൺ ബോസ്കോ ഇങ്ങനെ പറയുന്നുണ്ട്, നിങ്ങളിപ്പോൾ ഈ ജനാലയിലൂടെ എന്നെ പുറത്തേക്ക് വലിച്ചെറിഞ്ഞാൽ പോലും ഞാൻ മരിക്കുകയില്ല. എന്തുകൊണ്ടാണ് ഡോൺ ബോസ്കോ ഇത്ര ആത്മവിശ്വാസത്തോടുകൂടി ഇങ്ങനെ പറയുന്നത്? കാരണം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നിറവേറാൻ പോകുന്ന ആ കാര്യങ്ങളെക്കുറിച്ച് ദൈവം വെളിപ്പെടുത്തലുകൾ നൽകിയിട്ടുണ്ട്. അതിനാൽ അത് പൂർത്തിയായി കഴിഞ്ഞ് താൻ മരിക്കുകയുള്ളൂ എന്ന് ഡോൺ ബോസ്കോയ്ക്ക് അറിയാം. അതുകൊണ്ടാണ് ഇങ്ങനെ മരണഭീതിയില്ലാതെ സംസാരിക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചത്. അതായത് നമ്മൾ ദൈവത്തോട് വിശ്വസ്തരായി വ്യാപരിച്ചു കഴിഞ്ഞാൽ ദൈവം നമ്മുടെ ജീവിതത്തിനും വാഗ്ദാനങ്ങൾ നൽകും. പിന്നെ ഈ വാഗ്ദാനം നിറവേറുന്ന ആ കാലത്തോളം നമ്മിൽ നിന്ന് മരണഭീതി വിട്ടുമാറുകയും ചെയ്യും. ഇനി നമ്മൾ ബൈബിളിലേക്ക് വരുമ്പോൾ കാണുന്ന മറ്റൊരു കാര്യം ഇതാണ്, ദൈവത്തിന് നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ഒരു പദ്ധതി ഉണ്ട്. ജെറമിയ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നുള്ള ഒരു വചനം നിങ്ങൾ കാണുക. കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എന്റെ മനസ്സിലുണ്ട്. നിങ്ങളുടെ നാശത്തിനല്ല, ക്ഷേമത്തിനുള്ള പദ്ധതിയാണത്. നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. ഇവിടെ ജെറമിയ പ്രവാചകനിലൂടെ കർത്താവ് അരുളി ചെയ്യുന്നു, എനിക്ക് നിങ്ങളെക്കുറിച്ച് ഒരു പദ്ധതിയുണ്ട് എന്ന്. നമുക്ക് യേശുവിന്റെ ജീവിതം പരിശോധിക്കാം. യേശുവിന്റെ ജീവിതം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിനാൽ വ്യക്തമായി പ്ലാൻ ചെയ്യപ്പെട്ട ഒരു ജീവിതമായിരുന്നു. അതായത് 30 വയസ്സ് വരെ രഹസ്യ ജീവിതം നയിക്കണം, പിന്നെ 3 വർഷക്കാലം പരസ്യ ജീവിതം, അതിന്റെ ഒടുവിൽ കുരിശുമരണം, 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കണം, പിന്നെ സ്വർഗാരോഹണം ചെയ്യണം. ഇങ്ങനെ പരിശുദ്ധാത്മാവിനാൽ വ്യക്തമായി പ്ലാൻ ചെയ്യപ്പെട്ടിരുന്ന ഒരു ജീവിതമായിരുന്നു യേശുവിൻ്റെത്. ഇനി നമ്മൾ വിശുദ്ധരുടെ ജീവചരിത്രങ്ങൾ ഒക്കെ വായിക്കുകയാണെങ്കിൽ ഇത് തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ഓരോ വിശുദ്ധന്റെയും അല്ലെങ്കിൽ വിശുദ്ധയുടെയും ജീവിതത്തെക്കുറിച്ച് ദൈവത്തിന് വളരെ വ്യക്തമായ ഒരു പദ്ധതി ഉള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇനി നമ്മൾ യേശുവിനെ നമ്മുടെ ജീവിതത്തിന്റെ രക്ഷകനും നാഥനും കർത്താവുമായി ബോധപൂർവം ഏറ്റുപറഞ്ഞ് സ്വീകരിക്കുന്നു എന്ന് കരുതുക. അതായത് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് പോലെ നമ്മൾ നമ്മുടെ ജീവിതത്തെ വ്യവസ്ഥകളില്ലാതെ കർത്താവിന് സമർപ്പിക്കുന്നു എന്നും കരുതുക. അങ്ങനെയെങ്കിൽ തീർച്ചയായിട്ടും പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ദൈവരാജ്യത്തിൻ്റെതായ ഒരു വ്യക്തമായ പദ്ധതി തയ്യാറാക്കും. പിന്നെ ഈ പദ്ധതി എന്താണ് എന്നുള്ള കാര്യം പരിശുദ്ധാത്മാവ് നമ്മളെ ബോധ്യപ്പെടുത്തുകയും ചെയ്യും. ഇങ്ങനെ നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ദൈവത്തിന് വ്യക്തമായ ഒരു പദ്ധതിയുണ്ട് എന്ന കാര്യം നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ മരണഭയം നമ്മിൽ നിന്ന് വിട്ടുമാറിപ്പോകും. കാരണം നമുക്കറിയാം നമ്മളെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്, ഈ പദ്ധതി പൂർത്തിയായി കഴിഞ്ഞ് മാത്രമേ നമ്മൾ മരിക്കുകയുള്ളൂ എന്ന കാര്യം. ഫിലിപ്പിയർക്കുള്ള ലേഖനത്തിൽ പൗലോസ് അപ്പസ്തോലൻ തന്നെക്കുറിച്ച് പറയുന്ന ഒരു വചനം നിങ്ങൾ കാണുക. ഇവ രണ്ടിനുമിടയിൽ ഞാൻ ഞെരുങ്ങുന്നു. എങ്കിലും എന്റെ ആഗ്രഹം മരിച്ച് ക്രിസ്തുവിനോടുകൂടെ ആയിരിക്കാനാണ്. കാരണം അതാണ് കൂടുതൽ ശ്രേഷ്ഠം. പക്ഷേ ഞാൻ ശരീരത്തിൽ തുടരുക നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ആവശ്യമാണ്. നിങ്ങളുടെ അഭിവൃദ്ധിക്കും വിശ്വാസത്തിലുള്ള സന്തോഷത്തിനുമായി ഞാൻ തുടർന്ന് ജീവിക്കുമെന്നും നിങ്ങൾ എല്ലാവരുടെയും കൂടെ ആയിരിക്കുമെന്നും എനിക്കറിയാം. കാണുക, ഇവിടെ എത്ര വ്യക്തമായ ഭാഷയിലാണ് പൗലോസ് അപ്പസ്തോലൻ പറയുന്നത്. അതായത് നിങ്ങളുടെ അഭിവൃദ്ധിക്ക് വേണ്ടി ഞാൻ തുടർന്നും ജീവിക്കും എന്നുള്ള ആ വസ്തുത. അതായത് അപ്പസ്തോലന് അറിയാമായിരുന്നു താൻ ഇപ്പോൾ മരിക്കുകയില്ല എന്നുള്ള കാര്യം. ഇനി തിമോത്തിയോസിനുള്ള 2-ാം ലേഖനത്തിലേക്ക് വരുമ്പോൾ പൗലോസ് പറയുന്നത് മറ്റൊരു കാര്യമാണ്. ഞാൻ ബലിയായി അർപ്പിക്കപ്പെടേണ്ട സമയം ആസന്നമായിരിക്കുന്നു. എന്റെ വേർപാടിന്റെ സമയം സമാഗതമായി. ഞാൻ നന്നായി പൊരുതി എന്റെ ഓട്ടം പൂർത്തിയാക്കി,
വിശ്വാസം കാത്തു. എനിക്കായി നീതിയുടെ കിരീടം ഒരുക്കിയിരിക്കുന്നു. നീതിപൂർവം വിധിക്കുന്ന കർത്താവ് ആ ദിവസം അതെനിക്ക് സമ്മാനിക്കും. ഈ ഘട്ടത്തിൽ എത്തിയപ്പോൾ പൗലോസിന് വ്യക്തമായി മനസ്സിലായി, അതായത് താൻ മരിക്കാനുള്ള സമയം അടുത്തു. തന്റെ വേർപാടിന്റെ സമയം സമാഗതമായി. നീതിയുടെ കിരീടം തനിക്കായി ഒരുക്കിയിരിക്കുന്നു. നമ്മൾ ഇവിടെ കാണുന്നു, മരണം പൗലോസിനെ സംബന്ധിച്ച് ഒരു ആകസ്മിക സംഭവമേ അല്ല, അപ്രതീക്ഷിതമായി കടന്നു വരുന്ന ഒന്നല്ല. കർത്താവിന് തന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. ആ പദ്ധതി പൂർത്തിയായി താൻ മരിക്കാൻ പോകുന്നു എന്നുള്ള വിവരം പൗലോസ് മുൻകൂട്ടി അറിഞ്ഞിരുന്നു. ഇനി വിശുദ്ധരുടെ ജീവചരിത്രങ്ങൾ വായിക്കുമ്പോൾ ഇതേ കാര്യം തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതായത് വിശുദ്ധരെ സംബന്ധിച്ച് മരണം എന്ന് പറയുന്നത് ഒരു ആകസ്മിക സംഭവമേ അല്ല. തങ്ങള് മരിക്കാറായി എന്നുള്ള കാര്യം വിശുദ്ധർക്ക് എല്ലാവർക്കും തന്നെ മുൻകൂട്ടി അറിയാമായിരുന്നു. ഇനി ദൈവത്തെ മാനിക്കാതെ, ആത്മീയതയ്ക്ക് വലിയ പ്രാധാന്യമൊന്നും നൽകാതെ പാപത്തിന്റെ വഴിയിൽ നടക്കുന്ന ഒരു മനുഷ്യന്റെ കാര്യം പരിഗണിക്കുക. മരണം എപ്പോൾ വേണമെങ്കിലും അയാളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം. ലൂക്കായുടെ സുവിശേഷത്തിൽ നിന്നുള്ള ഒരു വചനഭാഗം നിങ്ങൾ കാണുക. ഗലീലിയാക്കാരായ ഏതാനും പേരുടെ ബലികളിൽ അവരുടെ രക്തം കൂടി പീലാത്തോസ് കലർത്തിയ വിവരം ആ സമയത്ത് അവിടെയുണ്ടായിരുന്ന ചിലർ അവനെ അറിയിച്ചു. അവൻ ചോദിച്ചു, ഇവയെല്ലാം അനുഭവിച്ചതുകൊണ്ട് അവർ മറ്റെല്ലാ ഗലീലിയരെയുംക്കാൾ കൂടുതൽ പാപികളായിരുന്നു എന്ന് നിങ്ങൾ കരുതുന്നുവോ? അല്ല എന്ന് ഞാൻ പറയുന്നു. പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ നിങ്ങളെല്ലാവരും അതുപോലെ നശിക്കും. അഥവാ സീലോഹായിലെ ഗോപുരം ഇടിഞ്ഞു വീണ് കൊല്ലപ്പെട്ട ആ 18 പേർ അന്ന് ജെറുസലേമിൽ വസിച്ചിരുന്ന എല്ലാവരെയുംക്കാൾ കുറ്റക്കാരായിരുന്നു എന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ? അല്ല എന്ന് ഞാൻ പറയുന്നു. പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ നിങ്ങളെല്ലാവരും അതുപോലെ നശിക്കും. അതായത് ആത്മീയതയ്ക്ക് പ്രാധാന്യം നൽകാതെ പാപത്തിന്റെ വഴിയിൽ ജീവിക്കുന്ന മനുഷ്യരെ സംബന്ധിച്ച് മരണം എപ്പോൾ വേണമെങ്കിലും ജീവിതത്തിലേക്ക് കടന്നു വരാവുന്ന ഒന്നാണ്. ഇനി നമ്മൾ ആത്മീയമായി വളരാനൊന്നും ശ്രമിക്കുന്നില്ല എന്നും കരുതുക. അങ്ങനെയെങ്കിലും മരണം എപ്പോൾ വേണമെങ്കിലും നമ്മെ പിടികൂടാം. ലൂക്കായുടെ സുവിശേഷത്തില് യേശു ഫലം നൽകാത്ത അത്തിവൃക്ഷത്തിന്റെ കാര്യം പറയുന്നുണ്ട്. അവൻ ഈ ഉപമ പറഞ്ഞു. ഒരുവൻ മുന്തിരിത്തോട്ടത്തിൽ ഒരു അത്തിവൃക്ഷം നട്ടുപിടിപ്പിച്ചു. അതിൽ പഴമുണ്ടോ എന്ന് നോക്കാൻ അവൻ വന്നു, എന്നാൽ ഒന്നും കണ്ടില്ല. അപ്പോൾ അവൻ കൃഷിക്കാരനോട് പറഞ്ഞു, 3 വർഷമായി ഞാൻ ഈ അത്തിവൃക്ഷത്തിൽ നിന്ന് ഫലം അന്വേഷിച്ചു വരുന്നു, ഒന്നും കാണുന്നില്ല. അത് വെട്ടിക്കളയുക, എന്തിന് നിലം പാഴാക്കണം? അതായത് ആത്മീയമായി വളരാൻ ദൈവം നമ്മുടെ മുൻപിൽ നിരവധി അവസരങ്ങൾ ഒക്കെ ഒരുക്കിയിട്ടുണ്ട്. എന്നാൽ ഇതൊന്നും പ്രയോജനപ്പെടാതെ ആത്മീയമായി മന്ദോഷ്ണരായി നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ എപ്പോൾ വേണമെങ്കിലും മരണം നമ്മെ പിടികൂടാം എന്ന കാര്യമാണ് യേശു ഇവിടെ പറയുന്നത്. എന്നാൽ നേരെ മറിച്ച് നമ്മൾ ആത്മീയമായി വളരാൻ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് കരുതുക. അതായത് പ്രാർത്ഥിക്കുന്നു, ബൈബിൾ വായിക്കുന്നു, ധ്യാന പ്രോഗ്രാമുകളിൽ പങ്കെടുക്കുന്നു, ആത്മീയ ഗ്രന്ഥങ്ങൾ വായിക്കുന്നു, ഉദാശകൾ മുടക്കുന്നില്ല, നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷകൾ വിശ്വസ്തതാപൂർവം ചെയ്യാൻ ശ്രമിക്കുന്നു, കൂടുതൽ വലിയ ശുശ്രൂഷകൾ ചെയ്യാനായി ആഗ്രഹിക്കുന്നു. ഇങ്ങനെ ആത്മീയ വളർച്ചയുടെ പാതയിൽ നിരന്തരം മുന്നേറിക്കൊണ്ടിരിക്കുന്ന വ്യക്തികളാണ് നമ്മൾ എന്ന് കരുതുക. അങ്ങനെയെങ്കിൽ ആകസ്മിക മരണം അല്ലെങ്കിൽ അപ്രതീക്ഷിത മരണം നമ്മെ പിടികൂടുകയില്ല എന്നാണ് യേശു പറയുന്നത്. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ മുന്തിരിച്ചെടിയുടെയും ശാഖകളുടെയും ഉപമ യേശു പറയുന്നുണ്ട്. ഞാൻ സാക്ഷാൽ മുന്തിരിച്ചെടിയും എന്റെ പിതാവ് കൃഷിക്കാരനുമാണ്. എന്റെ ശാഖകളിൽ ഫലം തരാത്തതിനെ അവിടുന്ന് നീക്കിക്കളയുന്നു, എന്നാൽ ഫലം തരുന്നതിനെ കൂടുതൽ കായ്ക്കാനായി അവിടുന്ന് വെട്ടിയൊരുക്കുകയും ചെയ്യുന്നു. അതായത് നമ്മൾ ആത്മീയ വളർച്ചയുടെ പാതയിൽ നിരന്തരം മുന്നേറിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ് എന്ന് കരുതുക. അങ്ങനെയെങ്കിൽ അപ്രതീക്ഷിത മരണം നമ്മെ പിടികൂടാനുള്ള സാധ്യത വളരെ കുറവാണ്. ദൈവം നോക്കുമ്പോൾ ഇവർക്ക് ജീവിതം നീട്ടിക്കൊടുത്തതുകൊണ്ട് കാര്യമുണ്ട്. അതായത് ഇവര് പിന്നെയും ആത്മീയമായി വളർന്നുകൊണ്ടിരിക്കും. അതാണ് ദൈവം ആഗ്രഹിക്കുന്നതും. അതിനാൽ മരണം അപ്രതീക്ഷിതമായി നമ്മെ പിടികൂടാനുള്ള സാധ്യത കുറയുന്നു. ഇനി എൻ്റെ വ്യക്തിപരമായ കാര്യം കൂടി അല്പം പങ്കുവെച്ചുകൊള്ളട്ടെ. സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത്
ആത്മീയതയ്ക്ക് ഞാൻ അത്ര വലിയ പ്രാധാന്യമൊന്നും നൽകിയിരുന്നില്ല. ഇടയ്ക്കൊക്കെ മരണത്തെക്കുറിച്ച് ചിന്തിക്കും. അപ്പോൾ എനിക്കറിയാം, എപ്പോൾ വേണമെങ്കിലും മരണം എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരാം. മരണത്തെ എനിക്ക് കുറെയൊക്കെ ഭയവും ഉണ്ടായിരുന്നു. എന്നാൽ ഞാൻ യുവപ്രായത്തിലെത്തി കോളേജ് വിദ്യാഭ്യാസം ഒക്കെ കഴിയാറായ സമയത്ത് യേശുവിനെ എൻ്റെ ജീവിതത്തിന്റെ രക്ഷകനും നാഥനും കർത്താവുമായി ബോധപൂർവം സ്വീകരിച്ചു. ജീവിതം ക്രിസ്തുവിനായി സമർപ്പിക്കുകയും ചെയ്തു. തുടർന്ന് ഏറെ വർഷക്കാലം എനിക്ക് കുറെ കഷ്ടതകളിലൂടെയൊക്കെ കടന്നു പോകേണ്ടതായി വന്നു. എന്നാൽ പരിശുദ്ധാത്മാവ് എൻ്റെ ജീവിതത്തെക്കുറിച്ച് വളരെ വ്യക്തമായ ഒരു പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നതായി ഇപ്പോൾ എനിക്ക് അനുഭവപ്പെടുന്നു. ആ പദ്ധതി എന്താണെന്നുള്ള കാര്യം കർത്താവ് എന്നെ ബോധ്യപ്പെടുത്തിയിട്ടുമുണ്ട്. ഇക്കാരണത്താല് എനിക്ക് വലിയ മരണഭയമൊന്നും ഇല്ല എന്നുള്ളതാണ് സത്യം. അതായത് എൻ്റെ ജീവിതത്തെക്കുറിച്ച് ഒരു പദ്ധതി, അത് പൂർത്തിയാക്കാൻ ഇനിയും വർഷങ്ങൾ വേണ്ടിവരുന്ന ഒന്നാണ്. അതുകൊണ്ട് എനിക്കറിയാം, ഈ അടുത്ത വർഷങ്ങളിലൊന്നും മരിച്ചു പോകുവാനുള്ള സാധ്യത എന്നെ സംബന്ധിച്ച് കുറവാണ് എന്നുള്ള ഒരു യാഥാർത്ഥ്യം. വാസ്തവത്തിൽ വലിയ മരണഭീതിയൊന്നും ഇപ്പോൾ എനിക്കില്ല. കുറെ കാലം കൂടി തീർച്ചയായും ഞാൻ ജീവിച്ചിരിക്കും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. എന്നാൽ ഇക്കാര്യത്തിൽ വലിയ ഒരു അപ്രമാദിത്വം എടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന കാര്യവും കൂടി സൂചിപ്പിച്ചു കൊള്ളട്ടെ. ഇനി എൻ്റെ അമ്മയുടെ കാര്യം കൂടി അല്പം പങ്കുവയ്ക്കുന്നത് നന്നായിരിക്കുമെന്ന് കരുതുന്നു. എൻ്റെ അമ്മ ഒരു സ്കൂൾ അധ്യാപികയായിരുന്നു. ഒരു ശരാശരി കത്തോലിക്ക സ്ത്രീ, അത്രയേ ഉള്ളൂ. അമ്മ പെൻഷനൊക്കെയായി. പിന്നെ കുറച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അമ്മയെ കർത്താവിനായി തന്നെ സമർപ്പിക്കുകയൊക്കെ ഉണ്ടായി. അപ്പോൾ ഇതിന് ശേഷം അധികം വൈകാതെ അമ്മയ്ക്ക് പാർക്കിൻസൺസ് രോഗം ആരംഭിച്ചു. പിന്നെ അത് ക്രമേണ കുറെ കൂടി വന്നു. മരിക്കുന്നതിന് തൊട്ട് മുമ്പുള്ള 2 വർഷക്കാലം കിടപ്പിലായിരുന്നു എന്ന് പറയാം. അമ്മ ലോകകാര്യങ്ങളിലൊക്കെ ഏറെ മുഴുകുന്ന സ്വഭാവമുള്ള ഒരാളായിരുന്നു. അപ്പോൾ ഈ പാർക്കിൻസൺസ് രോഗം പിടിപെട്ട് കഴിഞ്ഞപ്പോൾ ഈ ലോകകാര്യങ്ങളിൽ നിന്നൊക്കെ അമ്മയുടെ മനസ്സ് പതിയെ പിടിവിട്ടു. കുറെ കൂടി പ്രാർത്ഥനയിൽ ഒക്കെ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. അങ്ങനെ ദൈവം നല്ല ഒരു മരണത്തിനായി ഇങ്ങനെ ഒരുക്കിക്കൊണ്ടിരുന്നു. അപ്പോൾ ഈ സമയത്തൊക്കെ അമ്മയ്ക്ക് ചിലപ്പോൾ ചില അസുഖങ്ങളൊക്കെ വരും. അപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കും, ബൈബിളൊക്കെ തുറന്ന് മെസ്സേജ് എടുക്കും. എപ്പോഴും തന്നെ കിട്ടുന്നത് രോഗശാന്തിയുടെ മെസ്സേജ് ആയിരിക്കും താനും. ഏതാനും നാൾ കഴിയുമ്പോൾ അമ്മ സുഖം പ്രാപിക്കുകയും ചെയ്യും. എന്നാൽ ഈ മരിക്കുന്നതിന് 3 മാസം മുമ്പ് ഇങ്ങനെ അമ്മയ്ക്ക് കുറച്ച് രോഗമൊക്കെ കൂടി ഞങ്ങൾ മെസ്സേജ് എടുത്തു. അപ്പോൾ കിട്ടുന്നത് മരണവുമായി ബന്ധപ്പെട്ട ബൈബിൾ ഭാഗങ്ങളാണ്. അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി, അധികം താമസിയാതെ തന്നെ അമ്മ മരിക്കും എന്നുള്ള കാര്യം. ഉടനെ മരിച്ചില്ല. ഏതാണ്ട് ഒരു 3 മാസമൊക്കെ കഴിഞ്ഞപ്പോൾ അമ്മ ഈ ലോകത്തോട് വിട പറയുകയും ചെയ്തു. എൻ്റെ അമ്മ അങ്ങനെ ആത്മീയമായി വളരെ വളർന്ന വ്യക്തിയൊന്നും ആയിരുന്നില്ല. എന്നിട്ട് പോലും മരണം അമ്മയെ സംബന്ധിച്ച് ഒരു അപ്രതീക്ഷിത സംഭവം ആയിരുന്നില്ല. അത് ഞങ്ങൾ വ്യക്തമായി മുൻകൂട്ടി കണ്ടിരുന്നു. വാസ്തവത്തിൽ ഈ മരണഭീതി കൂടാതെ ഈ ഭൂമിയിൽ ജീവിക്കുവാൻ സാധിക്കുക എന്ന് പറയുന്നത് എത്രയോ നല്ല ഒരു കാര്യമാണ്. ഈ ടോക്കിലൂടെ കടന്നുപോയപ്പോൾ ഈ ആകസ്മിക മരണത്തിൽ നിന്ന്, ആ മരണഭീതിയിൽ നിന്ന് രക്ഷപ്പെടുന്നതിനുള്ള ചില മാർഗങ്ങളെങ്കിലും നിങ്ങൾക്ക് മനസ്സിലായി. അതേക്കുറിച്ച് കുറച്ചൊരു ഉൾക്കാഴ്ചയെങ്കിലും നിങ്ങൾക്ക് ലഭിച്ചു എന്ന് കരുതുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.